ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി മേഘനയും കൂടെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ഉറപ്പിൽ കാണാൻ വേണ്ടി ഇവിടെ എത്തുവാണ് കേട്ടോ, നിഷയുടെ കല്യാണത്തിൻ്റെ. അപ്പോൾ നിഷയുടെ അമ്മ പറയുകയാണ് ഇവിടെ കയറ്റാൻ പറ്റുകയില്ല, ഇവിടെ അച്ഛനെ ആയിട്ട് ടീച്ചർ സോഫ്റ്റ് കോൺട്രോളുണ്ട്, എന്താണേലും പറ്റുകയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നാട്ടിൽ പായിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ്. മനോഹരും നിഷയും വെയിറ്റ് ചെയ്യുകയാണ് മോതിരം മാറാൻ വേണ്ടി. എന്നിട്ട് അമ്മ വരുമ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അതൊന്നുമില്ല മോളെ, ഒരു പിരിവാര് വന്നാൽ കർക്കിടക മാസമൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി പയ്യെ ഒഴിവാക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ മോതിരം മാറി നിങ്ങളിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേ സമയത്ത് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ആണെങ്കിൽ മനോഹറിനെ ഫോൺ വിളിക്കുവാണ് കേട്ടോ. മനോഹറിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത സങ്കടത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഷാരി അങ്ങ് വരുമ്പോൾ ഷാരിയോട് പറയുന്നുണ്ട്, എത്ര ബിസിനസ്സാണ് ഉള്ളത്, അതിൽ എന്തെങ്കിലും 2-3 അങ്ങ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്യല്ലോ മോളെ, ഇതൊക്കെ ഉണ്ടെങ്കിലേ മൂക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു റാണിയെപ്പോലെ വിലസാൻ പറ്റുള്ളൂ, എന്നിട്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം, ഇവിടുത്തെ ജീവിതം ഞാൻ അത്രയ്ക്കും അടുത്തു എന്നൊക്കെ സരയുവിനോട് പറയും. ഇതൊക്കെ കേട്ട് സരയു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം, ഇത്രയും നാൾ അമ്മയ്ക്കില്ലായിരുന്നല്ലോ ഇത്ര ആവേശം ഇവിടുന്ന് പോകാമെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് സരയുവിനോട് ഷാരി പറയുന്നുണ്ട്, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, മോളിവിടെ ഇരുന്നു എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന മനോഹറിൻ്റെയും നിഷയുടെയും മോതിരം മാറ്റമാണ് കേട്ടോ. രണ്ടുപേരും പരസ്പരം മോതിരമൊക്കെ മാറി മുഖത്തോട് മോഹമൊക്കെ നോക്കിയിരിപ്പുണ്ട്. വേറെ ബന്ധുക്കളൊന്നും വിളിക്കാത്തതുകൊണ്ട് വേറെ ആരും കള്ളക്കളിയൊന്നും അറിഞ്ഞില്ല. മനോഹർ ഇങ്ങനെ വീണ്ടും ജയിച്ച ഒരു മട്ടിൽ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഷാരി പുറത്ത് വണ്ടിയെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ താരേനെ കാണുവാണ്. താര ഓട്ടോയിൽ കയറി എങ്ങോട്ടോ പോകുന്നത്. അത് കണ്ട് ഷാരിക്ക് വെപ്രാളം കയറിയിട്ട് ഇനി സരയുവിൻ്റെ അടുത്തേക്ക് വല്ലതും ആണോ എന്ന് ഓർത്ത് ഷാരി വണ്ടി പെട്ടെന്ന് വിടുമെന്ന് പറഞ്ഞ് തിരിച്ചു വിടുവാണ്. തിരിച്ചു വിട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സരയുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന്. പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അമ്മ ഇത്രയും പെട്ടെന്ന് വന്നത് കണ്ട് അന്തം വിട്ട് സരയു അമ്മയല്ലേ ഇപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് പറയും, മോൾ ആരെങ്കിലും വന്ന് ജനലിൽ കൂടെ നോക്കിയാൽ മതി, ഡോറ് തുറക്കണം, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോവാം എന്നൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ്, ആ താരേനെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സരയു പറയുന്നത്, അതിനിപ്പോൾ എന്നാ കുഴപ്പം, വന്ന് ഞാനിവിടെ നാട്ടിൽ പായിക്കും, കാരണക്കുറ്റിക്ക് അടിച്ച് ഞാൻ പുറത്താക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സരയു ഇങ്ങനെ ഓരോ കാര്യം താരയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുകയാണ്, ഇനി അവർ പറയുന്നല്ലോ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷാരി പതറിയിട്ട് ചോദിക്കുകയാണ്, അതെന്താ നമ്മളിപ്പോൾ അങ്ങനെ ചോദിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സരയു പറയുകയാണ്, അല്ല ഇത്രയും നാൾ പുള്ളിക്കാരി ഇവിടെ വരുമ്പോൾ അമ്മയായിരുന്നു ആട്ടിപ്പായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അമ്മയുടെ ഭാഗത്തൊന്നും വലിയ പ്രതികരണമൊന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചതെന്ന് പറയുമ്പോൾ ഷാരി പയ്യെ പറയുന്നുണ്ട്, അതല്ല ഇപ്പോഴത്തെ കാലമല്ലേ, ഓരോരുത്തരോരൊന്നും പറഞ്ഞുണ്ടാക്കിയൊക്കെ കയറും, മോളൊന്നും വിശ്വസിക്കരുത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പ്രകാശൻ കാർത്തികയുടെ വീട്ടിൽ ചെല്ലും. ഡോറ് ബെല്ലടിക്കുമ്പോൾ വേലക്കാരി വന്ന് തുറക്കുമ്പോൾ പ്രകാശനാന്ന് അറിയുമ്പോഴേ വേലക്കാരി അവിടെ നിൽക്കുക എന്നുള്ള രീതി പറഞ്ഞിട്ട് പോവും. അപ്പോൾ തന്നെ മനസ്സിൽ പ്രകാശം വിചാരിക്കും, വേലക്കാരിക്ക് ഇത്ര പവറാണെങ്കിൽ ഇനി മുതലാളിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്. എന്നിട്ട് നമ്മുടെ ഓമന ചേച്ചി എന്നിട്ട് കാർത്തികേനെ വിളിക്കുകയാണ്. കാർത്തിക പറയും, അയാളുടെ ചിരിച്ചുകൊണ്ട് ഞാൻ മയക്കിയിട്ട് എൻ്റെ ഉള്ളിലൊരു കടാരമുണ്ട്, അത് വെച്ച് ഞാൻ കുത്തി കീറും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ചെന്ന് എന്തായാലും കാണട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് താഴോട്ട് ചെല്ലുവാണ് കേട്ടോ. താഴെ ചെല്ലുമ്പോൾ പ്രകാശനോട് പറയുന്നുണ്ട്, കമ്പനിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അലവൻസൊക്കെ കിട്ടും, നിങ്ങളെപ്പറ്റി വാരണം പറഞ്ഞോളൂ, പക്ഷേ നിങ്ങൾ പ്രൂവ് ചെയ്യണം, നമുക്കൊരു ഡ്രൈവിന് എന്തായാലും പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ ഒരു അഡ്വാൻസ് തരാം, ലാസ്റ്റ് മന്ത് സാലറി കറക്റ്റായിട്ട് കയറും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പുറത്തോട്ടിറങ്ങി പ്രകാശിൻ്റെ കീ കൊടുക്കുന്നുണ്ട് വണ്ടിയുടെ. അപ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, കമ്പനി എവിടെ മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക് അത് ഇഷ്ടപ്പെടുന്നില്ല. കാർത്തിക പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അവിടെ ചെല്ലും പറഞ്ഞോളും, കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് വണ്ടിക്കകത്ത് കയറാൻ വേണ്ടി കാർത്തിക നിൽക്കാൻ നേരത്ത് പറയും, എൻ്റെ ഒരു സൈഡിൽ ഡോർ ആദ്യം തുറന്ന് എന്നെ കയറ്റണം, എന്നിട്ട് വേണം നിങ്ങൾ കയറാനെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന പ്രകാശിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശൻ എന്നാലും വാതിലൊക്കെ തുറന്നു കൊടുത്ത് സ്റ്റിയറിങ്ങൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി തുടങ്ങണം കേട്ടോ. അതിന് മുമ്പ് മേഡത്തിൻ്റെ കൈയൊന്ന് കാണിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാർത്തിക പറയും, എനിക്ക് എൻ്റെ കയ്യിൽ അന്യപുരുഷന്മാർ തൊടുന്നൊന്നും ഇഷ്ടമല്ല എന്ന മുഖത്തടിച്ച പോലെ പറയണം കേട്ടോ. ഇത് കേട്ട് പ്രകാശൻ ആകെക്കൂടെ ഷോക്ക് അടിച്ച പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.